ഞങ്ങൾ അരി കൂട്ടാരും കളിച്ച സ്ഥലങ്ങളൊക്കെ നൊസ്റ്റാൾജി ഇറക്കാണ് ഗൈസ്. എന്താല്ലേ ഹായ് ടോമി സോയ ഓനായേ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് നാടൻ വിശേഷങ്ങൾ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് കുമ്പളപ്പമായിരുന്നു കേട്ടോ, ചക്കയപ്പം എന്നൊക്കെ പറയും. അപ്പോൾ ഇന്ന് നമ്മൾ അമ്മയുടെ വീട്, അതായത് നമ്മുടെ തറവാട്ടിൽ നമ്മുടെ കുട്ടിക്കാലത്തെയൊക്കെ ഓർമ്മകൾ ഇങ്ങനെ പുതുക്കി ചുമ്മാ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഞങ്ങൾ അരി കൂട്ടാരും കളിച്ച സ്ഥലങ്ങളൊക്കെ നൊസ്റ്റാൾജി ഇറക്കാണ് ഗൈസ്. ഇതായിരുന്നു ഞങ്ങളുടെ അരിയും കൂട്ടാനും കളിക്കുമ്പോൾ ഞങ്ങളുടെ വീട്, അത് ഞങ്ങളുടെ ബാത്റൂം. ഈ പുളിയും പിന്നെ ഈ വാഴകളൊക്കെ ഞങ്ങളുടെ അയൽവാസികളായിരുന്നു. ഇത് നെൽപ്പരയായിരുന്നു കേട്ടോ. പിന്നെ ഇത് മറ്റേ കച്ചിയൊക്കെ വെക്കുന്ന കച്ചിത്തുറു അങ്ങനെ എന്താ പറയുന്ന സംഭവം, അത് ഞങ്ങളുടെ സ്കൂളായിരുന്നു. നമ്മുടെ വാഴയിൽ ചക്ക വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് റംബൂട്ടാനാണ് കേട്ടോ, എന്ത് ചെയ്യാനാണ്, ഒരു റംബൂട്ടാൻ കിട്ടാനല്ലോ. ഇവിടെ നമ്മുടെ പ്ലാവിൽ 2-3 ചക്ക വീണിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചക്ക സീസൺ അല്ല ഞാൻ വന്ന സമയത്ത്. അപ്പോൾ അമ്മ പറയണത് എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള പ്ലാവിൻ്റെ അടുത്തൊക്കെ അമ്മ പോയി പറയായിരുന്നു. അപ്പോൾ എൻ്റെ മോള് വരുന്നുണ്ട്, കൊച്ചുമോള് വരുന്നുണ്ട്, സോ ചക്ക വേണം ചക്ക വേണം എന്ന് പറഞ്ഞ് നമുക്കവിടെ ഒരു 2 ചക്ക വീണുണ്ട്. എന്താല്ലേ. പിന്നെ ഈ പറമ്പിലൂടെ ഒക്കെ ഞങ്ങൾ സൈക്കിൾ ഓടിച്ചിട്ട് ഞങ്ങൾ റോഡൊക്കെ വന്നു. ഞങ്ങളുടെ ഹൈവേ ഉണ്ടായിരുന്നു ഇവിടെ, പക്ഷെ അവിടേക്ക് ഇപ്പോൾ വാഴ വന്നു. ഇത് മൈസൂർ ചീര, കുഞ്ഞൊരു ചീര എല്ലാം ഉണ്ട് ഗൈസ്. റോങ് ടൈമിൽ വന്ന കാരണം ഇവരൊക്കെ എന്നെ റോങ് ആയിട്ട് ട്രീറ്റ് ചെയ്യണു. ഒന്നും കഴിച്ചിട്ടില്ല. ഇത് പാഷൻ ഫ്രൂട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഒരു കാര്യമില്ല. ഇത് പുളിയാണ് കേട്ടോ. ഈ പുളിക്ക് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക? ഞങ്ങളിതിനെ ഞാൻ മറന്നു. ഈ അരിയും കൂട്ടാനൊക്കെ കളിക്കുമ്പോഴുള്ള പച്ചമുളകില്ലേ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അത്? അതുപോലെ ആമയും മുയലും ഒക്കെ നിങ്ങൾ കളിച്ചിട്ടുണ്ടോ? ഒരു ചെറിയ ചെടിയിലെ പൂവൊക്കെ പറിച്ചിട്ട്. നമ്മൾ കുറച്ച് പാക്കൊക്കെ പെറുക്കി പാക്ക് ഇതാക്കാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ പണ്ടത്തെ ഇവിടെ മീനെ വളർത്തുന്ന സാധനമായിരുന്നു, അവിടെ ഇപ്പോൾ ചീരയാണുള്ളത്. ഇവിടെ മഴക്കാലം ആകുമ്പോൾ ഉണ്ടല്ലോ തോടാണേ, ഇത് ഫുള്ള് വെള്ളം നിറഞ്ഞിട്ട് ഇത് ഇങ്ങനെ ഒഴുകും. ഒഴുകി 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 എന്തുവാ കിളിക്കൊക്കെ കൂട്ടി കയറി വിളിച്ചു ഗൈസ്. ഞാൻ വന്നത് കണ്ട് കൂട്ടി കയറി വിളിച്ചു. ആ തെറ്റ് നോക്കണോ. ഹലോ ഐ ഐ ഐ ചില ആളുണ്ട്. ടോമി കുട്ടാ, ടോമി 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 ഇന്ത്യനുള്ള ഹായ് ടോമി, ഹായ് ടോമി. ഇത് നമ്മുടെ പണ്ട് പശുവൊക്കെ വളർത്തുന്ന എരുത്തിലായിരുന്നേ. ഇപ്പോൾ അവിടെ ആകെ ഉള്ളത് കിളിയും ഒരു പട്ടിയാണ്. പണ്ട് നമുക്ക് കുറേ സാധനങ്ങളുണ്ടായിരുന്നു, പശു, ആട്, മുയൽ, എക്സെട്ര എക്സെട്ര കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പുളി ഗൈസ്, പുളി, കുമ്പഴപ്പം പുളി, പുളി പുളി പുളി. ഇവിടെ കുറേ പുളി കിടപ്പുണ്ട്. ഇത് കുമ്പഴപ്പം പുളി എന്ന് പറയുന്ന പുളിയാന്ന് തോന്നുന്നു. എന്നുവെച്ചാൽ പുളി പച്ചയ്ക്ക് അത്ര പഴുക്കാണ്ടാവുമ്പോൾ. ഓ മൈ ഗോഡ്. പക്ഷേ ഇത് പച്ചപ്പുളിയാണ് ഗൈസ്, കാര്യമില്ല. സോയ ഓനായേ വിധി വിധി ആണോ?
കൊച്ചിലെ മുതലേ നമ്മുടെ പിള്ളേർ സെറ്റിന്റെ സ്ഥിരം ഡൈനിങ് ടേബിൾ ആയിരുന്നു ഈ സിറ്റ് ഔട്ട് കേട്ടോ. ഇല്ല ചോറിന് എന്തെങ്കിലും എന്റെ കുഞ്ഞിട്ട് വയറാന്നുള്ള കാര്യം ഞങ്ങൾ വെയിറ്റില്ല എന്ന് പറയുമ്പോ അമ്മൂമ്മ എനിക്ക് തലയിൽ എണ്ണ വെച്ച് മുടി വളർത്താനുള്ള ശ്രമത്തിലാണ് കേട്ടോ. അപ്പൊ നമുക്ക് കല്യാണിയമ്മ എന്ന് പറഞ്ഞൊരു ടീം എണ്ണ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ അവരുടെ ഹെയർ പാക്കും. അപ്പൊ അത് അമ്മൂമ്മയെ കൊണ്ട് തന്നെ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിച്ച് പ്രാവശ്യം വരുമ്പോ റെഡിയാക്കാം. ഇങ്ങനത്തെ 2500 5000 കൊണ്ട് ഇനി വരണം. ഇത് വോയിസ് കേൾക്കണ നമ്മ ഫേമസ് ഫോട്ടോഷൂട്ടിനുണ്ട്. തുമ്പയും തുളസിയും കുടമുല്ലപ്പൂവും പുഴുവയ്യാലി പൗഡർ. മാമൻ ദേ വന്നു ദാ പോയി എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. അപ്പൊ ഇന്ന് ദാ അമ്മൂമ്മയുടെ ടാറ്റയും ബൈബയും പറഞ്ഞ് നല്ലൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് നമ്മൾ എല്ലാവരുടെ വീട്ടിലേക്ക് ഇറങ്ങാണ് കേട്ടോ. അപ്പൊ കൂടെ നമുക്ക് സുബിനും ഉണ്ട്, നമ്മുടെ മാമന്റെ മോൻ. അപ്പോൾ അമ്മൂമ്മേനെ നമ്മൾ വീണ്ടും കാണും. പക്ഷെ ഇങ്ങോട്ടേക്ക് ഇനി ഈ ഒരു ലീവിന് ഞാൻ വരുമോ എന്നുള്ള കാര്യം ഉറപ്പില്ല. കടന്നു വരൂ. ഇനി വരുന്നില്ലയോ വായോ. പോക്കി അയ്യോ ഇനിമ്മ ഉമ്മന്നില്ല അനക്കം ലിപ്സ്റ്റിക് അമ്മൂമ്മയ്ക്ക് തേച്ചു കൊടുത്തേ. ഒരു പഞ്ചായത്ത് മുഴുവൻ എനിക്ക് ഫുഡ് ഉണ്ടായി കഷ്ടപ്പെടുന്ന കാരണം ഞാൻ വിചാരിച്ചു ഇവർക്ക് എന്റെ വക എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാന്ന്. അപ്പൊ നമ്മൾ ഇന്ന് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അതിനായിട്ട് സ്പ്രിംഗ് ഓനിയനും അതുപോലെ ഗ്രീൻ പീസ്, ക്യാപ്സിക്കം അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാനുണ്ട്. ഈ നാട്ടിൻപുറത്ത് ഇതൊക്കെ കിട്ടാൻ ഭയങ്കര പാടാന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് അടുക്കളയിൽ ഒഫീഷ്യലി ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് കുക്ക് ചെയ്യാൻ പോണത്. അപ്പൊ സാധനം വാങ്ങാൻ പോകുമ്പോൾ ആൾക്കാരുടെ നോട്ടവും കാര്യങ്ങളും ഒക്കെ നല്ല രസമായിരുന്നു. കാരണം ഞാനും അനിയത്തിയും മാമന്റെ മോനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 3 പേരെ ലുക്ക് കണ്ടിട്ടായിരിക്കും. അമ്മയെ നമ്മൾ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെ സാധനമൊക്കെ വാങ്ങിച്ച് ചിക്കനും ഒക്കെ സെറ്റ് ആക്കിയിട്ട് നമ്മൾ പരിപാടി തുടങ്ങിയേക്കാണ്. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും അനിയത്തിയും അസാധ്യ കുക്കുകളാണ് കേട്ടോ. ഈ കഴിവ് തീരെ കിട്ടാത്ത ഒരാൾ ഞാൻ മാത്രമായിരുന്നു. അപ്പം ഇപ്പോൾ ഞാൻ മെല്ലെ പഠിച്ച് അവരുടെ ലെവലെത്തിയില്ലെന്നുണ്ടെങ്കിലും ഒരു ദുരന്തമാവാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചത്രയും സെറ്റൊന്നും ആയിട്ടില്ലെന്ന് എനിക്ക് തന്നെ അറിയാം കേട്ടോ. പിന്നെ എന്നെ വിഷമിപ്പിക്കണമെന്ന് വെച്ചിട്ടായിരിക്കും. ഇവരൊക്കെ അടിപൊളി എക്സ്പ്രഷൻ ഇട്ട് ഫുഡും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ ഇവിടം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാൻ റെഡിയാണോ? എന്നാൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ.